ഇപ്പോൾ ഈ രാവിലെ ടി വി കണ്ടൊരു വാർത്ത, തിരുവനന്തപുരം സൈൻ ഹോട്ടൽ, ആ ഹോട്ടലിൽ വെച്ച് കുഴിമന്തി കഴിച്ച് 180 പേര് ആശുപത്രിയിൽ, ഒരാൾ മരിച്ചു. ആ കുഴിമന്തി കഴിക്കുന്നതിൻ്റെ വീഡിയോയും നല്ല അടിപൊളി റീലായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ടീം. എന്താ ചെയ്യും, വിഷം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ മലയാളികൾ. കുഴിമന്തി, ചാവർമ്മ, ഇമാതിരി ഓരോ ഐറ്റം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഹോട്ടലുകാർ കണ്ട ചല്ലുപുള്ളികൾ മുഴുവൻ അങ്ങ് അടിച്ചു കയറ്റും. ഇപ്പോൾ ഹോട്ടൽ പൊട്ടിയെന്ന് പറഞ്ഞാൽ എത്ര ദിവസം പൊട്ടിയിട്ട് 10-15 ദിവസം പൊട്ടിയിട്ട് വീണ്ടും തുറക്കും അവർ. വീണ്ടും ഇതേപോലെ വിഷം അടിച്ച് കയറ്റി തരും. വിഷം ഒരു ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ആശുപത്രി അഡ്മിറ്റ് ആവും. സ്ലോ പോയ്സൺ അങ്ങനെ അങ്ങ് കയറും. ഒരു ദിവസം നല്ല കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, കുന്തോ കുറച്ചൊക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റ്. പണ്ട് ചക്ക, കപ്പ, ചക്കക്കുരു, ചോറൊക്കെ വീട്ടിൽ നിന്ന് വെച്ച് നല്ല സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ കംപ്ലീറ്റ് ഇമാതിരി ഐറ്റം ഹോട്ടലിൽ നിന്ന് വേലിച്ച് കയറ്റുക, മറ്റേ അസുഖങ്ങൾ വന്ന് കയറ്റുക. ഹോട്ടലുകാർ അടിപൊളി ബിസിനസ്. എന്താ അല്ല, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ഫാസ്റ്റ് ലൈഫായില്ലേ, ലൈഫൊക്കെ മാറിയില്ലേ. പണ്ട് അച്ചാച്ചനും അച്ഛമ്മയും എല്ലാവരും വീട്ടിലിരുന്ന് ചമ്മന്തിയൊക്കെ അരച്ച് കൂട്ടി തന്നുകൊണ്ടിരുന്ന ഒരു ടൈമൊക്കെ മാറി. ഇപ്പോൾ അവരൊക്കെ ടി വിയും മൊബൈലിൻ്റെ മുമ്പിലൊക്കെ എല്ലാവരും വന്നിരിക്കും, ഡയറക്റ്റ് ഓർഡർ ചെയ്യും, സാധനം വീട്ടിലെത്തും. ശുഭം. ഓക്കെ, നടക്കട്ടെ.